ശ്രീനീലകണ്ഠശിഷ്യായ സുഖാനന്ദായ നമഃ. കാമക്രോധാദ്യഖിലദോഷമുപാസ്യ രാമനാമാക്ഷരാമൃതകണൈർഹൃദയം നിഷിഞ്ചൻ യസാധ്വനുഗ്രഹമധേന ദിവം നീലകണ്ഠഗുരുപാദമനുസ്മരാമി വിഗ്രഹേ രാമചന്ദ്രസ്യ ലൈഭോധേദസാ അഹം ബ്രഹ്മേതി വേദാന്തതത്വബോധസ്വരൂപിണ. നമ്മൾ ഈ പൂജയിലേക്ക് പങ്കെടുക്കുകയാണ്. ഇവിടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കേവലമായ ഈ ശരീരമല്ല, നേരെ മറിച്ച് ഈ ശരീരത്തിനകത്തിരിക്കുന്ന ആത്മവസ്തുവിനെയാണ് നമ്മൾ പൂജിക്കുന്നത്, ആദരിക്കുന്നത്, ബഹുമാനിക്കുന്നത്. ആദ്യമായിട്ട് സന്തോഷം. അപ്പം തീർച്ചയായിട്ടും നിങ്ങൾ ഡബിൾ ശ്രദ്ധയോടെ ചെയ്യണം. കാരണം നേരത്തെ ചെയ്തിട്ടില്ല ആളുകൾക്ക് അത് കുറച്ചറിയാം. പക്ഷേ ആദ്യമായിട്ട് ഇതിലിരിക്കുന്ന ആളുകൾ ഈ അറ്റത്തെ ശ്രദ്ധയോടെ ചെയ്യുക. പിന്നെ അർച്ചന തുടങ്ങി കഴിഞ്ഞിരുന്നാൽ ഇടവും വലവും നോക്കരുത്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പുറത്തിരിക്കുന്നത് എങ്ങനെയാണ് ചെയ്യുന്നത്, ഇങ്ങനെ അത് നോക്കരുത്. നിങ്ങളുടെ മാതൃപാദങ്ങളിൽ മാത്രം ആ മാതാവ് പ്രത്യക്ഷത്തിൽ നിങ്ങൾക്ക് ജന്മം തന്ന, നിങ്ങളുടെ ശരീരത്തിന് ജന്മം തന്ന അമ്മയാണെങ്കിലും പ്രത്യക്ഷത്തിൽ ഇതിൻ്റെ ഒരു അമ്മ തന്നെയാണ് നമ്മുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. ബഹുമാനത്തോടെ അറ്റത്തെ ഭക്തിയോടെയും നല്ല സങ്കല്പത്തോടെയും ഈ പൂജ ചെയ്യുക. ഇത് വളരെ പ്രധാനമാണ്. നിങ്ങളുടെ സങ്കല്പത്തിന്റെ തീവ്രത, ഭക്തി, അതാണ് നിങ്ങൾക്ക് ഇതിൽ നിന്ന് കിട്ടുന്ന മിച്ചം. അതുകൊണ്ട് എത്ര ഭക്തിയോടെയും ബഹുമാനത്തോടെയും പൂർണ്ണ സങ്കല്പത്തോടെയും ഈ പൂജ ചെയ്യാൻ സാധിക്കുമോ അതിനനുസരിച്ചുള്ള ഒരു അനുഭൂതി ഭാഗത്തിലേക്ക്, അർച്ചനാ ഭാഗത്തിലേക്ക് പോകുന്നത്. എന്നിട്ട് ആദ്യം പാദങ്ങളിലെ ചന്ദനവും കുങ്കുമവും തൊടിച്ച ശേഷം ഓരോ ആളും എഴുന്നേറ്റ് അമ്മയുടെ അർച്ചന ചെയ്ത് സമർപ്പിക്കേണ്ടത് ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ, നിങ്ങളുടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ വരുന്ന രീതിയിൽ ജലപാത്രം വെക്കുക. എല്ലാവർക്കും ഇവിടെ നിന്ന് അക്ഷതവും തരുന്നുണ്ട്. അർച്ചനയ്ക്ക് ഞാൻ പറയാം എപ്പോൾ മുതൽ അക്ഷതം ഉപയോഗിക്കണമെന്ന്. അക്ഷതം അരി അതും ഇവിടുന്ന് തരുന്നുണ്ട്. അതോടൊപ്പം പുഷ്പത്തില് അർച്ചന തുടങ്ങുന്നു. അതായിരിക്കും അതിന്റെ ക്രമീകരണം. വലത് കൈകൊണ്ട് എടുക്കാവുന്ന രീതിയിൽ പുഷ്പം വെക്കുക, ഇടത് കൈകൊണ്ട് എടുക്കാവുന്ന രീതിയിൽ ജലപാത്രവും അവിടെ വെക്കുക. പൂജയ്ക്കിരിക്കുന്ന കുട്ടികൾ ഇവിടേക്ക് നോക്കുക. എന്നെ കാണാൻ പറ്റുമോ? എല്ലാവർക്കും കാണാൻ പറ്റുമോ? നിങ്ങൾക്ക് എന്നെ കാണാൻ പറ്റുമോ? എങ്ങനെ, ഞാൻ സുന്ദരനാണോ? നല്ല ഫേമല്ലേ? എന്റെ സൗന്ദര്യം നോക്കാൻ നല്ല ഇങ്ങോട്ട് നോക്കാൻ പറഞ്ഞേ. എങ്ങനെ പുഷ്പം എടുക്കണമെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. വലത് കൈയുടെ ഈ രണ്ട് വിരലുകൊണ്ട് വേണം പുഷ്പം എടുക്കാൻ. വലത് കൈയുടെ ഈ രണ്ട് വിരലുകൊണ്ട്, വലത് കൈയുടെ മോതിര വിരലും തള്ള വിരലും കൊണ്ടും വേണം പുഷ്പം എടുക്കാൻ. കൈ കമഴ്ത്തി പുഷ്പം എടുത്തു കഴിഞ്ഞിരുന്നാൽ ഇങ്ങനെ കൊണ്ടുവന്ന ഹൃദയസ്ഥാനത്ത് ഇനി എന്നിട്ട് ജലപാത്രം നിങ്ങളുടെ നേരെ മുന്നിലേക്ക് അടുത്തേക്ക് വെക്കുക. എന്നിട്ട് അല്പം അക്ഷരം, അരി, സ്വല്പം പുഷ്പവും ജലപാത്രത്തിനകത്ത്, ജലപാത്രം തറയിൽ വെക്കുക. ജലപാത്രം തറയിൽ വെക്കുക. നേരെ മുന്നില്, നിങ്ങളുടെ നേരെ മുന്നില് എടുത്തു വെച്ചിട്ട് അതിനകത്തേക്ക് സ്വല്പം അക്ഷരവും പുഷ്പവും ഇടുക. ജലപാത്രം തറയിൽ വെക്കുക. തറയിൽ വെച്ചെങ്കിൽ പൂജ ചെയ്യാൻ പറ്റും. എന്നിട്ട് ആദ്യം വലത് കൈ കമഴ്ത്തി ജലപാത്രത്തിന്റെ വാലും ജലപാത്രവും അടയ്ക്കുക. അതിന്റെ പുറത്ത് ഇടത് കൈ. അപ്പൊ രണ്ട് കൈയും ജലപാത്രത്തിന്റെ വായും മുഖവും അടച്ചു പിടിക്കുന്നു. കൈ സ്ട്രെയിറ്റ് ആയിട്ട് വെക്കുക. എന്നിട്ട് നല്ല ശ്രദ്ധയോടെ ഞാൻ പറയുന്ന മന്ത്രം പറയും. ഉറക്കെ പറയണം, കഴിയുന്നത്ര ഉറക്കെ തന്നെ പറയും. ഗംഗേ യമുനേ ചൈവ ഗോദാവരി സരസ്വതീ നർമദേ സിന്ധു കാവേരി. ഇനി പൂജയ്ക്ക് പ്രമദിതവ്യം
ദേവപിതൃകാര്യാഭ്യാം ന പ്രമദിതവ്യം. മാതൃദേവോ ഭവ, പിതൃദേവോ ഭവ, ആചാര്യദേവോ ഭവ, അതിഥിദേവോ ഭവ. ഈ 11 സംഗതികള് ഒരു വ്യക്തിക്ക് അയാളുടെ ജീവിതത്തിൽ പാലിക്കാൻ സാധിച്ചാൽ എടുക്കുക വലത് കയ്യില്, എന്നിട്ട് ജലപാത്രം ഇടത്തേക്ക് വെക്കുക, ജലപാത്രം ഇടതുവശത്തേക്ക് വെക്കുക. എന്നിട്ട് ഇപ്പം വലത് കയ്യിലിരിക്കുന്ന തീർത്ഥം നിങ്ങളുടെ ശിരസിലെ പുഷ്പത്തിലെ ചുറ്റുമൊക്കെ ആയിട്ട് തളിക്കുക. എന്നിട്ട് അങ്ങനെ നമ്മളവിടെ ശുദ്ധി എന്ന് പറയുന്ന സങ്കല്പം. ഇനി ജലപാത്രം എടുത്തിട്ട് അമ്മയുടെ പാദത്തില് 2 പാദങ്ങളിലും കുറച്ച് തീർത്ഥം തളിക്കുക, ഒഴിക്കരുത്, തളിക്കുക. എന്നിട്ട് മതി ഒരു തവണ തളിച്ചാൽ മതി. എന്നിട്ട് ജലപാത്രം ഇടതുവശത്തേക്ക് മാറ്റി വെക്കുക. ഇനി പുഷ്പം അതിന്റെ അടുത്ത് തന്നെ വെച്ചിരിക്കുന്ന കുഴച്ച ചന്ദനം അത് നിങ്ങള് സ്വല്പം വലത് കൈയുടെ ഈ വിരൽ കൊണ്ട് എടുത്തിട്ട് അമ്മമാരുടെ 2 പാദങ്ങളിലും തേക്കുക. ആദ്യം ചന്ദനം, അത് കഴിഞ്ഞിട്ട് അതുപോലെ തന്നെ കുങ്കുമം തേക്കുക. എന്നിട്ട് സ്വല്പം പുഷ്പം എടുക്കുക, എടുത്തിട്ട് അത് ഹൃദയസ്ഥാനത്ത് പിടിക്കുക. എന്നിട്ട് വളരെ ബഹുമാനത്തോടെ അമ്മയുടെ പാദങ്ങളിലേക്ക് പുഷ്പം സമർപ്പിക്കുക. എന്നിട്ട് ഒരല്പം പുഷ്പം എടുത്ത് അമ്മയുടെ ശിരസിൽ കൂടെ ഇടുക. ഒരുപാട് വേണ്ട, അല്പം. എന്നിട്ട് നേരത്തെ തിരുന്നത് പോലെ തന്നെ അവിടെ തിരിച്ച് നിങ്ങൾ അവിടെ ഇരിക്കുക. ഇനി നമ്മള് എവിടെ വെച്ചായിരുന്നാലും പൂജ ചെയ്യുന്ന സ്ഥലത്ത് ആ സ്ഥലത്തിനൊരു അധീശ അല്ലെങ്കിൽ അധീശൻ ഉണ്ടാകും. ഇവിടെ സർവേശ്വരിയായ ദേവരമ്മയാണ് ക്ഷേത്രേശ്വരി. അപ്പൊ ആ ക്ഷേത്രേശ്വരിയുടെ അനുജ്ഞ വാങ്ങുകയാണ് ഈ അടുത്ത ചടങ്ങ്. അതിന് ഒരു നിശ്ചിതമായ മന്ത്രം നമുക്ക് ചൊല്ലിയിട്ട് അനുജ്ഞ വാങ്ങും. അപ്പോൾ സ്വല്പം അക്ഷതം പുഷ്പം ഒരുമിച്ചെടുത്ത് ഈ 3 വിരലുകൊണ്ട് അതെടുക്കുക. ഈ 3 വിരലുകൊണ്ട് അതെടുത്തിട്ട് ഹൃദയസ്ഥാനത്ത് പിടിച്ചുകൊണ്ട് ഇനി ഞാൻ പറയുന്ന മന്ത്രം ഉറക്കെ നിങ്ങൾ പറയണം. എല്ലാവരും ഉറക്കെ പറയും. ക്ഷേത്രേശ്വരി മഹാമായേ മാതൃപൂജാം കരോമ്യഹം അനുജ്ഞാം ദേഹി മേ ദേവി മഹാമായേ പ്രസീദ മേ. ഇങ്ങനെ മന്ത്രം ചൊല്ലി ഇപ്പോൾ ശ്രീകോവിലിനകത്തിരിക്കുന്ന സർവേശ്വരിയായ വലിയന്നൂർ അമ്മയുടെ പാദങ്ങളിൽ സമർപ്പിക്കുന്നു എന്ന അങ്ങേയറ്റത്തെ ബഹുമാന്യമായ സങ്കല്പത്തോടെ നിങ്ങളുടെ മുമ്പിലിരിക്കുന്ന നിങ്ങളുടെ മാതാവിന്റെ പാദങ്ങളിലേക്ക് പുഷ്പം സമർപ്പിക്കുന്നു. അപ്പൊ ഇതുകൊണ്ട് 2 കാര്യങ്ങളാണ്. ഒന്ന്, വലിയന്നൂർ അമ്മയുടെ അനുജ്ഞ ഈ പൂജ നടത്താൻ നമ്മൾ വാങ്ങിക്കുന്നു. അതോടൊപ്പം നമ്മുടെ അമ്മയെ നമ്മൾ ആ ദേവീ സ്വരൂപത്തിലേക്ക് ഉയർത്തുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒരു മനുഷ്യന്റെ മനസ്സിൽ ഇതിനപ്പുറം ഇനി വളരെ സ്ഥലമില്ല. അത്രയ്ക്ക് വിശാലമായ ഒരു സങ്കല്പത്തിലാണ് നമ്മൾ ഇപ്പോൾ അമ്മയെ ഓർമ്മിപ്പിക്കുന്നത്. ദേവി ഭാവത്തിന് സമാനമായ ബഹുമാന്യതയോടുകൂടെ നമ്മുടെ അമ്മയെ പ്രതിഷ്ഠിച്ചിരിക്കുകയാണ്. അമ്മമാരും ആ സങ്കല്പത്തെ നൽശീലം പണിഞ്ഞമ്മ നിർത്താതെ നടനവും നായിയിൽ ദേവീഭാവം ശ്രീമഹാഭദ്രകാളി നാരിയിൽ ദേവീഭാവം ശ്രീമഹാഭദ്രകാളി നേരിൽ നീ വന്നളയോ മാർഗങ്ങൾ തെളിയിക്കാൻ നേരിൽ നീ വന്നളയോ മാർഗങ്ങൾ തെളിയിക്കാൻ ചെമ്പട്ടോടുത്തു കിട്ടി ചിത്രശീലം പണിഞ്ഞ് ചന്തമോടെന്നുടയ ചാരവി വന്നിടേണം ചഞ്ചല മാനസത്തിൽ ചിന്തകൾ വളർത്താതെ ചഞ്ചല മാനസത്തിൽ ചിന്തകൾ വളർത്താതെ ചിത്തേ
വന്നളയോ ചന്ദ്രസമാനമൂലി അമ്മേ ഓം സ്വസ്തിക് പ്രജാഭ്യ പരിപാലയന്താം ന്യായേന മാർഗേണ മഹിം മഹീഷ ഗോബ്രാഹ്മണേഭ്യः ശുഭമസ്തു നിത്യം ലോകാ സമസ്താ സുഖിനോ ഭവന്തു കായേന വാചാ മനസേന്ദ്രിയേർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാ കരോമി യദ്യ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി സദാശിവായേതി സമർപ്പയാമി ജഗദംബികായേതി സമർപ്പയാമി ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവ അവശിഷ്യതേ ഓം ശാന്തി 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 ഗുരുകടാക്ഷം പരിപൂർണം ബ്രഹ്മൈവ സത്യം ഹരി ഓം തസ്സത്. എല്ലാവരും നിവർന്നിരുന്ന കണ്ണുകൾ പരിപൂർണമായി അടച്ച് നിശബ്ദമായിട്ട് ഇത്രയും നേരം നമ്മൾ കരുണാമയ്യായ ജഗദീശ്വരുടെ അവദാനങ്ങൾ വാഴ്ത്തി ആ രൂപം മനസ്സിലേക്ക് ആവാഹിച്ച് അല്പസമയം നിശബ്ദമായിരിക്കുക. അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ പതി നാരായണ അമ്മേ നാരായണ എല്ലാവരും അവരവരുടെ വിളക്ക് അല്പം ഉയർത്തി താഴെ വയ്ക്കുക, വിളക്കിളക്കി വയ്ക്കുക. കുറച്ച് കുറച്ച് പുഷ്പങ്ങൾ കൊണ്ട് തുളസിയിലെടുക്കരുത്, പുഷ്പങ്ങൾ കൊണ്ട് ആ ദീപം ഒപ്പി നിർത്തുക. എല്ലാവരും വർഷിച്ച പുഷ്പങ്ങൾ ഇവിടെ സ്റ്റേജിലേക്ക് വന്നാൽ അമ്മയ്ക്ക് അർപ്പിക്കുന്നതാണ്. ഒരു ഉപകാരം കൂടെ ചെയ്യുക, അതിൻ്റെ വിളക്ക് നിർത്താത്തത് എല്ലാവരും അവരവർ ചെയ്ത വിളക്ക് ദയവീത് ഇവിടെ എടുത്ത് മാറ്റി വയ്ക്കാൻ ശ്രമിക്കുക. എല്ലാവരും സഹായമായിരിക്കും. ഹരിവും അടുത്തതായിട്ട് ഉടനെ തന്നെ ഇവിടെ മാതൃപൂജ ആരംഭിക്കുകയാണ്. അതിനുവേണ്ടി ഇവിടെ റെഡിയാക്കുകയാണ്. എല്ലാവരുടെയും സഹായം അഭ്യർത്ഥിക്കുന്നു. എല്ലാവരും അത് കാണുവാനായിരിക്കുക. ഹരിവും വലത് കയ്യില് എന്നിട്ട് ജലപാത്രം ഇടത്തേക്ക് വെക്കുക, ജലപാത്രം ഇടതുവശത്തേക്ക് വെക്കുക. എന്നിട്ട് ഇപ്പം വലത് കയ്യിലിരിക്കുന്ന തീർത്ഥം നിങ്ങളുടെ ശിരസിലെ പുഷ്പത്തിലെ ചുറ്റുമൊക്കെ ആയിട്ട് തളിക്കുക. എന്നിട്ട് അങ്ങനെ നമ്മളവിടെ ശുദ്ധി എന്ന് പറയുന്ന സങ്കല്പം. ഇനി പിന്നെ ജലപാത്രം എടുത്തിട്ട് അമ്മയുടെ പാദത്തില് രണ്ട് പാദങ്ങളിലും കുറച്ച് തീർത്ഥം തളിക്കുക, ഒഴിക്കരുത്, തളിക്കുക. എന്നിട്ട് മതി ഒരു തവണ തളിച്ചാൽ മതി. എന്നിട്ട് ജലപാത്രം ഇടതുവശത്തേക്ക് മാറ്റി വെക്കുക. ഇനി പുഷ്പം അതിന്റെ അടുത്ത് തന്നെ വെച്ചിരിക്കുന്ന കുഴച്ച ചന്ദനം അത് നിങ്ങൾ സ്വല്പം വലത് കൈയുടെ ഈ വിരൽ കൊണ്ട് എടുത്തിട്ട് അമ്മമാരുടെ രണ്ട് പാദങ്ങളിലും തേക്കുക. ആദ്യം ചന്ദനം, അത് കഴിഞ്ഞിട്ട് അതുപോലെ തന്നെ കുങ്കുമം തേക്കുക. എന്നിട്ട് സ്വല്പം പുഷ്പം എടുക്കുക, എടുത്തിട്ട് അത് ഹൃദയസ്ഥാനത്ത് പിടിക്കുക. എന്നിട്ട് വളരെ ബഹുമാനത്തോടെ അമ്മയുടെ പാദങ്ങളിലേക്ക് പുഷ്പം സമർപ്പിക്കുക. എന്നിട്ട് ഇനി എല്ലാവരും എഴുന്നേറ്റ് നിന്നിട്ട് വലത് കൈ കൊണ്ട് സ്വല്പം ചന്ദനം, കുഴച്ച ചന്ദനം അമ്മയുടെ നെറ്റിയിൽ
തിലകം പോലെ ചാർത്തുക. കുറി കുറി എന്നിട്ട് ഒരല്പം പുഷ്പം എടുത്ത് അമ്മയുടെ ശിരസിൽ കൂടെ ഇടുക. ഒരുപാട് വേണ്ട, അല്പം. എന്നിട്ട് നേരത്തെ തിരുന്നത് പോലെ തന്നെ അവിടെ തിരിച്ച് നിങ്ങൾ അവിടെ ഇരിക്കുക. ഇനി നമ്മള് എവിടെ വെച്ചായിരുന്നാലും പൂജ ചെയ്യുന്ന സ്ഥലത്ത് ആ സ്ഥലത്തിനൊരു അധീശ അല്ലെങ്കിൽ അധീശൻ ഉണ്ടാകും. ഇവിടെ സർവേശ്വരിയായ ദേവരമ്മയാണ് ക്ഷേത്രേശ്വരി. അപ്പൊ ആ ക്ഷേത്രേശ്വരിയുടെ അനുജ്ഞ വാങ്ങുകയാണ് ഈ അടുത്ത ചടങ്ങ്. അതിന് ഒരു നിശ്ചിതമായ മന്ത്രം നമുക്ക് ചൊല്ലിയിട്ട് അനുജ്ഞ വാങ്ങും. അപ്പോൾ സ്വല്പം അക്ഷരം പുഷ്പം ഒരുമിച്ചെടുത്ത് ഈ 3 വിരലുകൊണ്ട് അതെടുക്കുക. ഈ 3 വിരലുകൊണ്ട് അതെടുത്തിട്ട് ഹൃദയസ്ഥാനത്ത് പിടിച്ചുകൊണ്ട് ഇനി ഞാൻ പറയുന്ന മന്ത്രം ഉറക്കെ നിങ്ങൾ പറയണം. എല്ലാവരും ഉറക്കെ പറയും. ക്ഷേത്രേശ്വരി മഹാമായേ മാതൃപൂജാം കരോമ്യഹം അനുജ്ഞാം ദേഹി മേ ദേവി മഹാമായേ പ്രസീദ മേ. ഇങ്ങനെ മന്ത്രം ചൊല്ലി ഇപ്പോൾ ശ്രീകോവിലിനകത്തിരിക്കുന്ന സർവേശ്വരിയായ വലിയന്നൂരമ്മയുടെ പാദങ്ങളിൽ സമർപ്പിക്കുന്നു എന്ന അങ്ങേയറ്റത്തെ ബഹുമാന്യമായ സങ്കല്പത്തോടെ നിങ്ങളുടെ മുമ്പിലിരിക്കുന്ന നിങ്ങളുടെ മാതാവിന്റെ പാദങ്ങളിലേക്ക് പുഷ്പം സമർപ്പിക്കുന്നു. അപ്പൊ ഇതുകൊണ്ട് 2 കാര്യങ്ങളാണ്. ഒന്ന്, വലിയന്നൂരമ്മയുടെ അനുജ്ഞ ഈ പൂജ നടത്താൻ നമ്മൾ വാങ്ങിക്കുന്നു. അതോടൊപ്പം നമ്മുടെ അമ്മയെ നമ്മൾ ആ ദേവീ സ്വരൂപത്തിലേക്ക് ഉയർത്തുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒരു മനുഷ്യന്റെ മനസ്സിൽ ഇതിനപ്പുറം ഇനി വളരെ സ്ഥലമില്ല. അത്രയ്ക്ക് വിശാലമായ ഒരു സങ്കല്പത്തിലാണ് നമ്മൾ ഇപ്പോൾ അമ്മയെ ഓർമ്മിപ്പിച്ചിരിക്കുന്നത്. ദേവി ഭാവത്തിന് സമാനമായ ബഹുമാന്യതയോടുകൂടെ നമ്മൾ അമ്മയെ ഓർമ്മിപ്പിച്ചിരിക്കുകയാണ്. അമ്മമാരും ആ സങ്കല്പത്തെ പ്രമദിതവ്യം ദേവ പിതൃകാര്യാഭ്യാം ന പ്രമദിതവ്യം. മാതൃദേവോ ഭവ, പിതൃദേവോ ഭവ, ആചാര്യദേവോ ഭവ, അതിഥിദേവോ ഭവ. ഈ 11 സംഗതികള് ഒരു വ്യക്തിക്ക് അയാളുടെ ജീവിതത്തിൽ പാലിക്കാൻ സാധിച്ചാൽ ഇത് അർച്ചന ചെയ്ത് സമർപ്പിക്കേണ്ടത് ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ, നിങ്ങളുടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ വരുന്ന രീതിയിൽ ജലപാത്രം വെക്കുക. എല്ലാവർക്കും എവിടെ നിന്ന് അക്ഷതവും തരുന്നുണ്ട്. അർച്ചനയ്ക്ക് ഞാൻ പറയാം എപ്പോൾ മുതൽ അക്ഷതം ഉപയോഗിക്കണമെന്ന്. അക്ഷതം അരി അതും ഇവിടുന്ന് തരുന്നുണ്ട്. അതോടൊപ്പം പുഷ്പത്തില് അർച്ചന തുടങ്ങുന്നു. അതായിരിക്കും അതിന്റെ ക്രമീകരണം. വലത് കൈകൊണ്ട് എടുക്കാവുന്ന രീതിയിൽ പുഷ്പം വെക്കുക, ഇടത് കൈകൊണ്ട് എടുക്കാവുന്ന രീതിയിൽ ജലപാത്രവും അവിടെ വെക്കുക. പൂജയ്ക്കിരിക്കുന്ന കുട്ടികൾ ഇവിടേക്ക് നോക്കുക. എന്നെ കാണാൻ പറ്റുമോ? എല്ലാവർക്കും കാണാൻ പറ്റുമോ? നിങ്ങൾക്ക് എന്നെ കാണാൻ പറ്റുമോ? എങ്ങനെ, ഞാനൊരു സുന്ദരനാണോ? എന്റെ സൗന്ദര്യം നോക്കാൻ നല്ല ഇങ്ങോട്ട് നോക്കാൻ പറഞ്ഞേ. എങ്ങനെ പുഷ്പം എടുക്കണമെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. വലത് കൈയുടെ ഈ 2 വിരലുകൊണ്ട് വേണം പുഷ്പം എടുക്കാൻ. വലത് കൈയുടെ ഈ 2 വിരലുകൊണ്ട്, വലത് കൈയുടെ മോതിര വിരലും തള്ള വിരലും കൊണ്ടും വേണം പുഷ്പം എടുക്കാൻ. അപ്പോൾ കൈ കമഴ്ത്തി പുഷ്പം എടുത്തു കഴിഞ്ഞിരുന്നാൽ ഇങ്ങനെ കൊണ്ടുവന്ന ഹൃദയസ്ഥാനത്ത് നിർത്താതെ നടനവും നായിൽ ദേവീഭാവം ശ്രീമഹാഭദ്രകാളി. നാരിയിൽ ദേവീഭാവം ശ്രീമഹാഭദ്രകാളി. നേരിൽ നീ വന്നളയോ മാർഗങ്ങൾ തെളിയിക്കാൻ. നേരിൽ നീ വന്നളയോ മാർഗങ്ങൾ തെളിയിക്കാൻ. ചെമ്പട്ടോടുത്തു കിട്ടി ചിത്രച്ചിലമ്പണിഞ്ഞ് ചന്തമോടെന്നുടയ ചാരവി വന്നിടേണം. ചഞ്ചല മാനസത്തിൽ ചിന്തകൾ വളർത്താതെ, ചഞ്ചല മാനസത്തിൽ ചിന്തകൾ വളർത്താതെ ചിത്തേനി വന്നളയോ ചന്ദ്രസമാനമൂലി. അമ്മേ ഓ
സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേന മാർഗേണ മഹിം മഹീഷ ഗോബ്രാഹ്മണേഭ്യः ശുഭമസ്തു നിത്യം ലോകാ സമസ്താ സുഖിനോ ഭവന്തു കായേന വാചാ മനസേന്ദ്രിയേർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേന സ്വഭാവാ കരോമി യദ്യ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി സദാശിവായേതി സമർപ്പയാമി ജഗദംബികായേതി സമർപ്പയാമി. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവ അവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഗുരുകടാക്ഷം പരിപൂർണം ബ്രഹ്മൈവ സത്യം. ഹരി ഓം തസ്സത്. എല്ലാവരും നിവർന്നിരുന്ന കണ്ണുകൾ പരിപൂർണമായി അടച്ച് നിശബ്ദമായിട്ട് ഇത്രയും നേരം നമ്മൾ കരുണാമയ്യായ ജഗദീശ്വരുടെ അപദാനങ്ങൾ വാഴ്ത്തി ആ രൂപം മനസ്സിലേക്ക് ആവാഹിച്ച് അല്പസമയം നിശബ്ദമായിരിക്കുക. അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ പതേ നാരായണ അമ്മേ നാരായണ. എല്ലാവരും അവരവരുടെ വിളക്ക് അല്പം ഉയർത്തി താഴ്വയ്ക്കുക, വിളക്കിളക്കി വയ്ക്കുക. കുറച്ച് പൊക്ക് പെട്ടെന്ന് കുറച്ച് പുഷ്പങ്ങൾ കൊണ്ട്, തുളസിയിലെടുക്കരുത്, പുഷ്പങ്ങൾ കൊണ്ട് ആ ദീപം ഒപ്പി നിർത്തുക. എല്ലാവരും വർഷിച്ച പുഷ്പങ്ങൾ ഇവിടെ സ്റ്റേജിലേക്ക് വന്നാൽ അമ്മയ്ക്ക് അർപ്പിക്കുന്നതാണ്. ഒരു ഉപകാരം കൂടെ ചെയ്യുക, അതിൻ്റെ വിളക്ക് നിർത്താത്തത് എല്ലാവരും അവരവർ ചെയ്ത വിളക്ക് ദയവീത് ഇവിടെ എടുത്ത് മാറ്റി വയ്ക്കാൻ ശ്രമിക്കുക. എല്ലാവരും സഹായമായിരിക്കും. ഹരി ഓം. അടുത്തതായിട്ട് ഉടനെ തന്നെ ഇവിടെ മാതൃപൂജ ആരംഭിക്കുകയാണ്. അതിനുവേണ്ടി ഇവിടെ റെഡിയാക്കുകയാണ്. എല്ലാവരുടെയും സഹായം അഭ്യർത്ഥിക്കുന്നു. എല്ലാവരും അത് കാണുവാനായിരിക്കുക. ഹരി ഓം.